ഹായ് സോൾസ്, സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ കറൻറ്റ് ഫീലിംഗ് ആണ്. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് 4 ഓഫ് വാൻസ് ആണ്. തേർഡ് കാർഡ് വന്നിരിക്കുന്നത് ഹൈ പ്രിൻസസ് ആണ്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ദ സ്റ്റാർ ആണ്. Ace of Swords, the Lovers, Six of Wands, Ace of Swords, Ace of Cups, sorry, Nine of Cups, and Nine of Pentacles. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് നിങ്ങളോട് വലിയ അഗാധമായൊരു പ്രണയവും അഗാധമായ അട്രാക്ഷനും തോന്നുന്നു എന്നാണ്. അതായത് നിങ്ങൾ ഒരു വൈഫ് മെറ്റീരിയൽസ് ആയിട്ടായിരിക്കാം കാണുന്നത്. അവർക്ക് നിങ്ങളോട് ഭയങ്കര പ്രണയമാണ്, സ്നേഹം ഒഴിഞ്ഞ് ഇമോഷൻസ്, സ്നേഹം ഒക്കെ ഒഴിഞ്ഞ് നിൽക്കുകയാണ്. കവിഞ്ഞൊഴുകുക എന്ന് പറയില്ലേ, അതാണ്. അതേപോലെ തന്നെ അത് രഹസ്യമായിട്ടാണ് അവർ വെക്കുന്നത്. നിങ്ങളൊരു പാർട്ട്ണറാണെന്നും നിങ്ങളെ വിവാഹം കഴിക്കണമെന്നും അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതിയാണ് അവർക്കുള്ളത്. പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെ ഒരു ഫാമിലിപരമായിട്ടുള്ള എന്തൊക്കെ പരിപാടി അങ്ങനെയുള്ള എന്തൊക്കെ കാര്യത്തിൽ ഇൻവോൾവ്മെൻ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പും കാണുന്നുണ്ട്, അടുത്തുള്ളവരത്തും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാറായിട്ടാണ് അവർ കാണുന്നത്. നിങ്ങളൊരു ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ളൊരു ലേഡി ആയിട്ടൊക്കെ കാണുന്നുണ്ട് അവർ. പിന്നെ ആണെങ്കിൽ നിങ്ങൾ ഈ പ്രണയത്തിലൊരു സക്സസ് വേണം, ഒരു ന്യൂ ബിഗിനിങ് വേണം, വന്ന് കാണാനുള്ളൊരു താല്പര്യമുണ്ട്, എല്ലാം ഉണ്ട് അവർക്ക്. എന്തോ രഹസ്യങ്ങൾ, നിങ്ങളിലുള്ള രഹസ്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ക്ഷമയില്ലായ്മ, നിങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും അവർ അറിയണം, നിങ്ങളെപ്പറ്റി മുഴുവനായിട്ട് അറിയണം എന്നുള്ളൊരു തിടുക്കം അവർക്കുണ്ട്. ഓക്കെ, ആണ് അവരുടെ ജീവിതത്തിൻ്റെ വിജയം എന്നാണ് അവർ കണക്കാക്കുന്നത്. അവർക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്തൊരു അട്രാക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളിൽ വന്നിട്ട് ഒരു കേട്ടോ 9 ഓഫ് കപ്സ് ആണ് ഇവിടെ ഓട്ടമോട്ടൊക്കെ വന്നിരിക്കുന്നത്. 9 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ 9 കപ്പും ഉണ്ട്, പക്ഷേ 10ാമത്തെ കപ്പുണ്ട്. 10ാമത്തെ കപ്പ് നിങ്ങളാണ്. ആ 10ാമത്തെ കപ്പ് നിങ്ങളാണ് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ കപ്പും കൂടി ചേർന്ന് വന്നാൽ അവർക്ക് ഭയങ്കര സമൃദ്ധിയും അവരുടെ ജീവിതം കളർഫുള്ളാവുന്നുള്ളൊരു തോട്ടാണ് അവരുടെ മനസ്സിലുള്ളത്. ഓക്കെ, അപ്പോൾ അവർക്ക് നിങ്ങളെ വേണം. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നും നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്താണെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പിന്നാണെങ്കിൽ ഇത് ഡിവൈൻ കണക്ഷൻ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ലവേഴ്സിൻ്റെ കാർഡ് കണ്ടില്ല, ഒരു മാലാഖൻ്റെ ഒരു ഇത്. അപ്പോൾ ഒരു ഡിവൈൻ കണക്ഷൻ ആവാനും സാധ്യത, സോൾമേറ്റോ ട്വിൻ ഫ്ലെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിവൈൻ കണക്ഷൻ, ഒരു കമ്പയറിങ് അങ്ങനെ ഉള്ളൊരു വ്യത്യാസങ്ങളില്ലാതെ നിങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇവിടെ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനും ഉണ്ട്, അത് തിരികെ വന്നവരും ഉണ്ട്, ചിലപ്പോൾ ഇപ്പോൾ കോണ്ടാക്റ്റിലുള്ളവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ 7 ഓഫ് ചക്ര എന്നൊക്കെ പറയില്ലേ, ആ ചക്ര എന്ന് പറഞ്ഞാൽ പലതരം ചക്രകളുണ്ട്. സാക്ര ചക്ര, അതേപോലെ ക്രൗൺ ചക്ര, അങ്ങനെയൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതാണ് 7നെ സൂചിപ്പിക്കുന്നത്. ഇവിടെ 7 ചക്രാസ് ഉണ്ട്. അപ്പോൾ 7 ചക്രാസ് എന്ന് പറഞ്ഞാൽ 8 ഉണ്ട് വലുത് കൂട്ടിയിട്ട്, പക്ഷേ 7 ചെറുതുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നത് 7 ചക്രാസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ ബ്ലോക്കേജും കാര്യങ്ങളൊക്കെ മാറുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു സ്റ്റാറായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിലുള്ള ആ ഒരു ബ്ലോക്കേജും കാര്യങ്ങളും മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 3 അവരുടെ ഇമോഷൻസ് കാര്യങ്ങൾ അതൊക്കെ നിങ്ങളിൽ ബന്ധപ്പെട്ടതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ വേണം എന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളൂ റീഡിങ്. ഇന്നത്തെ റീഡിങ് ഇങ്ങനെയാണ് എനിക്ക് എനർജി കിട്ടിയിരിക്കുന്നത്. ക്ലെയിം ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.